വയനാട്ടിൽ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധിയെ നേരിടാനുള്ള ഇടതു തീരുമാനത്തെ പ്രതിരോധിക്കാനൊരുങ്ങി UDF. LDFിന്റെ കർഷക പാർലമെന്റിന് പകരം കർഷക റാലി സംഘടിപ്പിക്കാനാണ് തീരുമാനം. കർഷക ജനതയ്ക്ക് മുഖ്യ പരിഗണന നൽകുന്ന കോൺഗ്രസ് പ്രകടന പത്രിക കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് AK ആന്റണി പറഞ്ഞു. കാർഷിക മേഖലയായ വയനാട്ടിൽ കർഷക ആത്മഹത്യകൾക്കും വിളകളുടെ വിലയിടിവിനും വഴിവെച്ചത് കോൺഗ്രസ് നയങ്ങളാണെന്ന LDF ആരോപണത്തെ പ്രതിരോധിക്കാനാണ് UDF നീക്കം. രാജ്യത്ത് ആദ്യമായി കാർഷിക ബഡ്ജറ്റ് നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയ കോൺഗ്രസ് പ്രകടന പത്രികയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് LDF എന്ന് AK ആന്റണി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പ്രകടന പത്രിക ഇവരാരും വായിച്ചിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അടുത്ത ഗവൺമെന്റിൽ പൊതു ബഡ്ജറ്റിന്റെ കൂടെ ഒരു കാർഷിക ബഡ്ജറ്റ്. ഈ മാസം 12-ന് ഇടതുമുന്നണി പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റ് സംഘടിപ്പിക്കാനൊരുങ്ങുമ്പോൾ കർഷക റാലിയിലൂടെ മറുപടി നൽകാനാണ് UDF തീരുമാനം. ഏപ്രിൽ 16-ന് കാക്കവയൽ ജവാൻ സ്മൃതി മുതൽ കൽപ്പറ്റ വരെയായിരിക്കും UDFിന്റെ കർഷക റാലി. കർഷക മാർച്ചായിരിക്കും. കർഷകന് വേണ്ടിയിട്ട്, കർഷകന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ പ്രതിരോധം. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട്ടിലെ യഥാർത്ഥ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാനായത് തങ്ങളുടെ നേട്ടമാണെന്നാണ് ഇടതുമുന്നണി കരുതുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, വയനാട്.